ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ 3 ദിവസം മാത്രം ശേഷിക്കെ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് പുതിയ ഉടമകൾ എത്തിയിരിക്കുകയാണ്. 16,706 കോടി രൂപയ്ക്ക് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് RCBയെ സ്വന്തമാക്കിയത്. IPL ഏറ്റവും മൂല്യമുള്ള ടീമായി ഇതോടെ RCB മാറി. ആദിത്യ ബിർള ഗ്രൂപ്പ്, ടൈംസ് ഓഫ് ഇന്ത്യ, ബോൾട്ട് വെഞ്ചേഴ്സ്, ബ്ലാക്ക് സ്റ്റോൺ പെർപെച്വൽ പ്രൈവറ്റ് ഇക്വിറ്റി എന്നിവരെല്ലാം ചേർന്ന കൺസോർഷ്യമാണ് RCBയെ വാങ്ങിയത്. പ്രഥമ സീസൺ മുതൽ IPL കളിക്കുന്ന RCBയുടെ മുഴുവൻ ഷെയറുകളും യുണൈറ്റഡ് സ്പിരിറ്റ് ലിമിറ്റഡ് കൈമാറിക്കഴിഞ്ഞു. ഇനി RCB പുരുഷ വനിതാ ടീമുകൾ പുതിയ ഉടമകൾക്ക് കീഴിലാവും കളിക്കുക. ആര്യമെൻ ബിർളയാണ് RCBയുടെ പുതിയ ചെയർമാൻ. ആര്യമെൻ ബിർളയുടെ വരവ് RCBയുടെ തലവര മാറ്റുമെന്ന കാര്യം നിസ്സംശയം പറയാം. ഇതിന് കാരണം കേവലം ഒരു ബിസിനസ്മാൻ എന്നതിലുപരിയായി ആര്യമെൻ ബിർള ഒരു ക്രിക്കറ്റ് താരമാണ് എന്നതാണ്. വലിയൊരു ക്രിക്കറ്റ് കരിയർ സ്വപ്നം കണ്ടു നടന്ന ഒരു യുവാവിന് ദൗർഭാഗ്യവശാൽ അതിന് സാധിക്കാതെ പോയെങ്കിലും അവനിപ്പോൾ IPLലെ ചാമ്പ്യൻ നിരയെ സ്വന്തമാക്കി തൻ്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങളെ വീണ്ടും കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയാണ്. 28-കാരനായ ആര്യമെൻ ബിർളയ്ക്ക് ക്രിക്കറ്റ് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായിരുന്നു. മധ്യപ്രദേശിനൊപ്പം ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചു വളർന്ന ആര്യമാൻ നിലവിൽ RCB താരങ്ങളായ രജിത് പാട്ടിദാർ, വെങ്കടേഷ് അയ്യർ എന്നിവരോടൊപ്പമെല്ലാം ഡ്രസ്സിംഗ് റൂം പങ്കിട്ടുള്ള താരമാണ്. ഇടങ്കൈൻ ബാറ്റ്സ്മാനായ ആര്യമാൻ മധ്യപ്രദേശിനായി 9 ഫസ്റ്റ് ക്ലാസ് മത്സരം കളിച്ച് 414 റൺസ് നേടിയിട്ടുണ്ട്. ബംഗാളിനെതിരെ ഈഡൻ ഗാർഡൻസിൽ സെഞ്ചുറി നേടാനും താരത്തിന് സാധിച്ചു. ലിസ്റ്റ് ക്രിക്കറ്റിൽ 4 മത്സരത്തിൽ നിന്ന് 36 റൺസും ആര്യമാൻ നേടി. IPL കളിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന ആര്യമാൻ 2018 IPL താരലേലത്തിൽ പങ്കെടുത്തിരുന്നു. 30 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് താരത്തെ ടീമിലിറങ്ങെങ്കിലും ഒറ്റ മത്സരം പോലും കളിപ്പിക്കാതെ ബെഞ്ചിലിരുത്തി. 2020 സീസണിൽ രാജസ്ഥാൻ ആര്യമാനെ ഒഴിവാക്കുകയും ചെയ്തു. ഇപ്പോൾ RCB പോലൊരു ടീമിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ആര്യമാന് എത്താൻ സാധിച്ചിരിക്കുകയാണ്. താരമെന്ന നിലയിൽ ഇനി ആര്യമാന് വലിയൊരു ഭാവി പ്രതീക്ഷിക്കാനാവില്ല. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും ആര്യമാന് അവസരം ലഭിക്കാൻ സാധ്യത വന്നതോടെയാണ് താരം തൻ്റെ ക്രിക്കറ്റ് മോഹങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയതെന്ന് പറയാം. ക്രിക്കറ്റിനെ കുറിച്ച് നന്നായി അറിയാവുന്ന, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരു ചെയർമാൻ RCBക്കുള്ളത് ടീമിന് ഗുണം ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ്. ടീമിന്റെ എല്ലാ തരത്തിലുമുള്ള കുതിപ്പിലേക്ക് ഈ തീരുമാനം വഴിവെച്ചേക്കും. ആര്യമാൻ RCBയുടെ ചെയർമാനാകുന്നത് RCBയുടെ മൂല്യത്തെ ഇനിയും ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 28-കാരനായ ആര്യമാൻ ചെയർമാനിൽ നിന്ന് IPLൽ RCBക്കായി കളിക്കാനിറങ്ങുമെന്ന ചോദ്യവും പല ആരാധകരും ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇനി ക്രിക്കറ്റ് താരമെന്ന റോളിലേക്ക് ആര്യമാൻ എത്തില്ല. നിലവിൽ ആദിത്യ ബിർള മാനേജ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. എന്തായാലും പുതിയ ഉടമകൾക്ക് കീഴിൽ കളിക്കുന്ന ആദ്യ സീസണിൽ RCBക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല. പരിക്ക് ടീമിന് വലിയ തലവേദനയായിട്ടുണ്ട്. ഈ വെല്ലുവിളികളെല്ലാം മറികടക്കാൻ RCBക്ക് സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ സത്യൻ ഗജ്വാനിയാണ് RCBയുടെ വൈസ് ചെയർമാൻ. RCB നിലവിലെ ചാമ്പ്യന്മാരും IPLലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുമാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് പങ്കാളികളോടൊപ്പം ചേർന്ന് RCBയെ ലോകോത്തര സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റും. വലിയ ആരാധക പിന്തുണയുള്ള ടീമാണ് RCB. ടീമിലും താരങ്ങളിലും പരിശീലകരുമെല്ലാം ചാമ്പ്യന്മാരുടെ സംസ്കാരം വളർത്താൻ ഞങ്ങൾ ശ്രമിക്കും. വളരെ പ്രതീക്ഷയോടാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെ കാണുന്നത്. ശനിയാഴ്ച കിരീടം നിലനിർത്താനുള്ള RCBയുടെ പോരാട്ടം തുടങ്ങുമ്പോൾ പിന്തുണയുമായി ഞങ്ങളുണ്ടാവും എന്നാണ് സത്യൻ ഗജ്വാനി പറഞ്ഞത്. IPL ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ടീമുള്ളതാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വിരാട് കോഹ്ലി, ക്രിസ് ഗെയിൽ, ABD വില്ലിയേഴ്സ്, രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ, യുവരാജ് സിംഗ് തുടങ്ങി പല പ്രമുഖരും കളിച്ചിട്ടുള്ള ടീമാണ് RCB. പ്രഥമ സീസൺ മുതൽ കളിക്കുന്ന RCB കിരീടത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ സീസണിലാണ്. ഇത്തവണയും തകർപ്പൻ താരനിര RCBക്കൊപ്പമുണ്ട്. കിരീടം നിലനിർത്താൻ RCBക്ക് സാധിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രജിത് പാട്ടിദാർ നയിക്കുന്ന RCBയുടെ ബാറ്റിംഗ് നിരയിൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ദേവദത്ത് പടിക്കൽ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ് എന്നിവരെല്ലാം ഉണ്ട്. കൃണാൽ പാണ്ഡ്യ, റൊമാരിയോ ഷിഫേർഡ്, വെങ്കടേഷ് അയ്യർ എന്നിവരും ടീമിലുണ്ട്.